ഇതിപ്പോൾ 15-ാം തീയതി ദിവസം രാവിലെ ഞാൻ തക്കാളി ചട്നിയും ഉണ്ടാക്കുക, കൂടെ ചപ്പാത്തി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. ഇപ്പം മഹാരാഷ്ട്ര പൂനെയിലേക്ക് പോവാണ്. ട്രെയിൻ മിസ്സായി രാവിലെ തന്നെ. ഞങ്ങളങ്ങനെ ബസ്സിനാണ് കൊല്ലത്തെത്തിയത്. ട്രെയിനായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു. മീനാക്ഷി ഞാനും രാവിലെ തന്നെ അവിടെ വന്ന്, അതായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. കുറേ സമയം ജ്യൂസൊക്കെ കുടിച്ചു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ മഹാരാഷ്ട്രയിൽ ഇരിക്കുക കേട്ടോ. പിന്നെ ട്രെയിനിൽ നിന്ന് ചപ്പാത്തിയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ തക്കാളി ചട്നി കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു മീനാക്ഷിക്ക്. പിന്നെ രാത്രി ആയപ്പോൾ നല്ലപോലെ കഴിച്ചു. ഇത് അവിടെ വരുമ്പോൾ ട്രെയിനിൽ നിന്ന് എടുത്ത വീഡിയോസൊക്കെ കേട്ടോ. നിങ്ങളിപ്പം വോയിസ് കേൾക്കുമ്പോഴത്തേന് ചുറ്റും നല്ല ഡിസ്റ്റർബൻസൊക്കെ തോന്നുന്നുണ്ടാവാം. എനിക്ക് റൂമിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇവിടെയെല്ലാം നോയ്സ് ഉണ്ട്. ഇവിടെ കൂടോടെ നാഷണൽസിന് വന്നതാണ് ഞങ്ങൾ. ഞാനും ഉണ്ട്, മീനാക്ഷിയും ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് മാർബിളാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ എന്തോ ഖനനം ചെയ്യുന്ന പോലെ ഉണ്ട്. അയ്യോ, ഇത് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് കേട്ടോ. സോറി, അറിയാതെ വന്നേ. മീനാക്ഷി പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന്, അതായത് 16-ാം തീയതി രാവിലെ ആയപ്പോഴത്തേന് എനിക്ക് ബ്രഷ് ചെയ്യാനിരിക്കുകയാണ്. മീനാക്ഷിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. പിന്നൊന്നും പറയണ്ടല്ലോ. സത്യത്തിൽ നേരെ നിന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. മീനാക്ഷി ഈ ഡ്രസ്സെല്ലാം വേറെ പരുവാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി അന്നേരം മുതൽ തുടങ്ങിയ വിരുവിരിപ്പുകളാണ് ഈ ഓരോന്നോരോന്ന്. ആ ഉടുപ്പാണെങ്കിൽ അപ്പോഴത്തേക്ക് വേറെ പരുവായി. പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. മീനാക്ഷിയുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികളെയും കിട്ടി. അവർ തമിഴാണ് സംസാരിക്കുന്നത്. എങ്കിലും മീനാക്ഷി അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവർ നല്ല ഫ്രണ്ട്സായി. ഒരു കുപ്പി ഐലൈനർ കൊണ്ടുപോയത് മീനാക്ഷിയും കൂട്ടുകാരും കൂടി ഇരുന്ന് കാലിലും മുഖത്തും ഒക്കെ വരച്ചങ്ങ് തീർത്തു. ഞാനാണെങ്കിൽ ഇത്ര വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടും തീരാത്ത ഐലൈനറാണ് മീനാക്ഷി ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്. ഇതൊക്കെ കണ്ടില്ലേ? എനിക്കതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ നോ പറയുന്നത് കുറവാണ് മീനാക്ഷിയോട് ഇതൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി ആയപ്പോഴത്തേന് പൂനെയിലെത്തിയപ്പോഴത്തേന് ഞങ്ങളെല്ലാവരും അപ്പറൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ റോഡിൽ വന്ന് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പൂനെ. പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ബസ്സും വന്നിരുന്നു. ഞങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് 20-ലധികം ആളുകളുണ്ടായിരുന്നു, 12 ഗേൾസും ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു യാത്രയുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്ര ടയർഡൊന്നും ആയില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് ഫുഡ് ഈ വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങി. കണ്ട് ഇത് എല്ലാം കേരള ടീം തന്നെ കേട്ടോ. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്, കാരണം രാത്രി 12 മണി കഴിഞ്ഞു. പിന്നെ നോൺ വെജ് വാങ്ങിയവരൊക്കെ വണ്ടി വെച്ച് തന്നെ കഴിച്ചു, കാരണം ഇതിനകത്തേക്ക് നോൺ വെജ് കേട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗേൾസിനെല്ലാവർക്കും ചെന്നപ്പോൾ തന്നെ ഒരു ഹോസ്റ്റൽ തന്നു. പിന്നെ യാത്രയൊക്കെ വളരെ